സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാർഡ് കോറിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കണ്ടൻറ്റ് ക്ഷാമമാണ്. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഇരുന്ന് തല പുണ്ണാക്കിയാണ്. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് മെസ്സേജ് ഇട്ടത്, നീ ഹാർഡ് കോറിൻ്റെ പാർട്ട് 2 അങ്ങ് തുടങ്ങിയേക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഹാർഡ് കോറിൻ്റെ പാർട്ട് 2 തന്നെ ഇടാമെന്നുള്ളതാണ്. ഇപ്പോൾ 19 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പണിയാൻ പോവുകയാണ് ഒരു സർവൈവൽ ബേസ് നമുക്ക് താമസിക്കാൻ. അപ്പോൾ അത് താജ്മഹൽ പോലത്തെ ഒരു അടിപൊളി സർവൈവൽ ബേസാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ചാനലായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് ഒരു അടിപൊളി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഓഫ്ലൈനിലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ റെക്കോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഇൻവെർട്ടറിയിൽ സാഡിൽ ആപ്പിള് എൻചാൻറ്റഡ് ബുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നായിരിക്കത്തില്ലേ നിങ്ങളെ സംശയം. അപ്പം ഞാൻ സംശയം തീർത്തരാം. അപ്പം ഞാൻ ഓഫ്ലൈനിൽ നമുക്ക് ഇപ്പം ഈ സർവൈവൽ ബേസ് പണിയണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് വേണം. അപ്പോൾ മെറ്റീരിയൽസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പ്രൂസ് വുഡാണ്. അപ്പോൾ സ്പ്രൂസ് വുഡ് ഇട്ടണമെങ്കിൽ നമുക്ക് വേണം ടായ്ഗയിൽ. അപ്പോൾ നമ്മളെ ഈ ഒരു വേൾഡിൽ ടായ്ഗ ഏതാണ്ട് സ്പോണിൽ നിന്ന് 2000 ബ്ലോക്ക് അപ്പുറമാണ് ഞാൻ ചങ്ക് ബേസിൽ നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടെ പോകണമെങ്കിൽ നല്ല ദൂരമാണ്. അപ്പോൾ നടന്നു പോകാനൊക്കെ ഭയങ്കര ബോറിങ്ങാണ്. എനിക്ക് നടന്നു പോകണം ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് കുതിരയെ കൂടെ പോകണമെന്നൊരാഗ്രഹം. അപ്പോൾ കുതിരയെ പോകണമെങ്കിൽ എനിക്ക് വേണം സാഡിൽ. അപ്പോൾ സാഡിൽ എൻ്റെ ഇല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ സാഡിൽ കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് നമ്മളെ ഡഞ്ചനിലാണ്. അപ്പോൾ ഡഞ്ചൻ ലൂട്ടാനാണ് ഞാൻ ഓഫ്ലൈനിൽ പോയത്. അപ്പോൾ 5-6 ഡഞ്ചൻ ലൂട്ടിയതിന് ശേഷം എനിക്ക് 2 സാഡിൽ കിട്ടിയിട്ടുണ്ട്. അത് ഒരൊറ്റ ഡഞ്ചനിൽ. ഡഞ്ചൻ എന്ന് വെച്ചാൽ സ്കെലറ്റൻ സ്പോണർ, സോംബി സ്പോണർ, സ്പൈഡർ സ്പോണർ, അതൊക്കെയാണ് ഡഞ്ചൻസ്. അപ്പോൾ അതറിഞ്ഞൂടാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇപ്പം സാഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വോയിസിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കണം. കാരണം എനിക്ക് വിറയലും പനിയുമാണ്. എന്നാലും ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടുകൊണ്ട് നമ്മളങ്ങ് പെട്ടെന്ന് വീഡിയോ ഇട്ടാണ്. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ ഓഫ്ലൈനിൽ ഈ സാഡിൽ മാത്രമുള്ള വേറെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു കുതിര കിട്ടി. ഈ കുതിരയാണെങ്കിൽ നല്ല സ്പീഡുണ്ട്, പക്ഷേ ഈ കുതിര ഒരു വിധത്തിൽ ടേമാവുന്നില്ല. അപ്പോൾ ഇത് ടേമാവുന്നവരെ ഞാൻ പറയാം എന്തൊക്കെ നടന്നെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ അവിടുന്ന് പൊട്ടാറ്റോ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് സൈഡിലുണ്ട് സീഡ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സീഡ് ഏതാണ്ടൊക്കെ വളർന്ന് പിന്നെ നമ്മൾ ഇച്ചിരി പശുക്കളെയും കാര്യങ്ങളെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല ഞാൻ ഇച്ചിരി ഷുഗർ കെയിൻ കളക്ട് ചെയ്തു. ഈ വെള്ളത്തിൻ്റെ അടുത്ത് നിന്നൊക്കെ. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ പ്ലാന്റ് ചെയ്തു. എന്നിട്ട് അത് കുറേ അധികം വളർന്ന് ഞാൻ ബോൺ മീലൊക്കെ അടിച്ചു. ഇപ്പോൾ ഫൈനലി നമ്മളെ കുതിര ഇവിടെ ടീമായിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരയെ വെറുതെ സാഡിൽ വെച്ച് നോക്കാം ഈ കുതിരയ്ക്ക് എന്തൊരു സ്പീഡാണ്. നേരത്തെ കിടന്ന് ചാടിപ്പടച്ച് ഓടുന്നുണ്ട്. ഇനി നമുക്ക് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. ഓ സൂപ്പർ സ്പീഡ്. എൻ്റെ മോനെ ഇത് പവറാകട്ടെ. ഈ കുതിര നമ്മളെ പെട്ടെന്ന് ടൈഗർ ബയോമി എത്തിക്കും. ഒരു സീനും ഇല്ലാതെ. ഈ കുതിര നല്ല സ്പീഡാണല്ലോ. ഫസ്റ്റ് ട്രൈ തന്നെ നമുക്കൊരു അടിപൊളി കുതിരയെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും കിട്ടാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫസ്റ്റ് ട്രൈ കിട്ടിയെങ്കിൽ പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഈ കുതിര നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് നമ്മളെ ടൈഗർ ബയോമിൻ്റെ അവിടെ എത്തിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇവർ പിന്നെയും വന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ഇവൻ എന്തോ തരുന്നതെന്നും കൂടെ നോക്കട്ടെ. ഇപ്പോൾ എപ്പോൾ വന്നാലും എന്തെങ്കിലും നല്ലതേ തരുവേണ്ട. ഇപ്പോഴും നല്ലതാണ് തരുന്നത്. നമുക്ക് ഇവർ വന്ന സ്ഥിതിക്ക് ഒന്ന് സൽക്കരിക്കാം. സൽക്കരിക്കാനൊക്കെ വരട്ടെ. ഞാൻ അവിടെ എന്തോ പിന്നെ ഒരു നീല കളർ ഇവിടെ 2 ട്രേഡേഴ്സ് ഉണ്ട്. അതെങ്ങനെ? എന്തായാലും ഞാനിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത്, പക്ഷെ ഞാൻ ഈ വേൾഡിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇനി നമുക്ക് സൽക്കരിക്കാം. ഗൈസ് ഒന്നും നടന്നില്ല എന്ന്. അവർക്ക് സൽക്കാരം കിട്ടി ഭയങ്കര സന്തോഷം. അതുകൊണ്ട് അവരവരെ വീട്ടിൽ പോയി. നിങ്ങൾ വേറെ ഒന്നും കണ്ടില്ല എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഷുഗർ കെയിൻ ഫാം കാണിച്ചത്. ഇതാണ് നമ്മളെ ഷുഗർ കെയിന്. ഇപ്പം ഞാൻ ഡഞ്ചനിൽ പോയി ലൂട്ടി എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് കിട്ടിയ ബോൺ എടുത്ത് ബോൺ മീൽ അടിച്ച് നമ്മളിവിടെ കുറേ ഷുഗർ കെയിൻ എടുത്ത് എല്ലാം ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞ് സാൻഡ് ഐലൻഡ് വരെ കവറായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മാത്രം നമ്മളെ പേപ്പറായി. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ടൈഗർ ബയോമിൽ പോകണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. വേറൊന്നും അല്ല, ഇവിടെ നിൽക്കുന്ന നമ്മളെ പശുക്കളെ ജസ്റ്റ് ഒന്ന് ബ്രീഡ് ചെയ്തിട്ട് പോകും. അതപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വലുതായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല ചങ്ക് ഡിസബിൾ ആയെങ്കിൽ ചിലപ്പോൾ വലുതാവത്തില്ലാന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഡിസബിൾ ആവത്തില്ലെങ്കിൽ ഇരുന്ന് വലുതാവട്ടെന്ന്. അതുകൊണ്ട് നമുക്കൊന്ന് ബ്രീഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നമ്മളെ ലെഡ് മാത്രമേ ഉള്ളൂ. നമ്മളെ കുതിരയെ കാണുന്നില്ല. ഞാൻ ഇവിടെ കുതിരയെ കെട്ടിയിട്ടിരുന്നു. നമ്മളെ കുതിര എങ്ങോട്ടാണ് ഓടിപ്പോയി നമ്മളറിയാതെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോ നിൽക്കുന്നു. നമ്മളെ തൽക്കാലം അവിടെ ബെഡൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഇവനിക്കിപ്പോൾ നമ്മൾ പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡയമണ്ട് ആർമർ ഇട്ട്. ഇനിയിപ്പോൾ ഇവനിക്ക് തിന്നാൻ ഒരു ഗോൾഡൻ ക്യാറ്റും കൂടെ കൊടുക്കാം. ഗോൾഡൻ ക്യാറ്റ് കുതിരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീറ്റും കൂടെ വെച്ചേക്കാം. അഥവാ കുതിരയ്ക്ക് അങ്ങനെ ഡാമേജ് ഒക്കെ ആണെങ്കിൽ റീഫിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവനിക്ക് ഒരെണ്ണം കൊടുക്കുമ്പോൾ നമ്മളെ വെറുതെ ഹാർട്ട് സിമ്പിൾ. എനിക്ക് നമ്മളെ സന്തോഷമായി. ഇനിയിപ്പോൾ നമ്മൾ ലെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാനില്ല. ഇനി നമുക്ക് നേരെ ടൈഗർ ബയോമിൽ പോയിട്ട് കണ്ടുമുട്ടാം. A few moments later.
ഓക്കെ ഗൈസ്, വരുന്ന വഴിയിൽ നമുക്കിവിടെ ഒരു സ്പാർസ് ജംഗിൾ എത്തിയിട്ടുണ്ട്. സ്പാർസ് ജംഗിൾ എന്ന് വെച്ചാൽ പ്ലെയിൻസ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ജംഗിളാണ്. നിങ്ങൾ ഇങ്ങനത്തെ ജംഗിൾ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇവിടെ നിറയെ തത്തകളുണ്ട്. നമുക്ക് ഈ തത്തേനെയൊക്കെ ഫ്രണ്ടാക്കാൻ നോക്കാം. ഇപ്പം നമുക്ക് നിലവിലിപ്പോൾ ഈ ഒരു ഡയമണ്ട് ആർമർ ഇട്ടാൽ നമ്മളെ കുതിര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുതിരയ്ക്ക് ഒരു പേര് അടുത്ത എപ്പിസോഡിൽ ഇടും. അപ്പോൾ നിങ്ങൾ ആ പേരൊന്ന് കമൻറ്റ് ചെയ്യണം. ഏറ്റവും ഫണ്ണിയസ്റ്റ് പേരെടുത്ത് ഞാൻ എൻ്റെ കുതിരയ്ക്ക് ഇടും. അപ്പോൾ നമ്മളിവിടെ നമ്മളെ കുതിരേനെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ സീഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ നമ്മളെ 8 സീഡായിട്ടുണ്ട്. ഇനി നമുക്ക് ആ തത്തേനെ ഒന്ന് ഫ്രണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഫ്രണ്ടാക്കാൻ പറ്റുമോ എന്തോ അറിയാൻ നോക്കത്തില്ല. ചില തത്തകൾ ഭയങ്കര തീറ്റപ്രാന്തന്മാരാണ്. 8ഉം 10ഉം ഒന്നും തിന്നാൻ നിൽക്കത്തില്ല. അപ്പോൾ നമുക്കത് തിന്നാൻ നോക്കാം. ഞാൻ എന്തിനാണ് ഈ കുതിര കയറി ഇരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. അപ്പോൾ നമ്മളെ തത്തേനെ ഇവിടെ കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണാം. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞു നോക്കാം. നമുക്കിത് അവിടെ ഒരു നീല തത്തേനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തത്തേനെ ഫ്രണ്ടാക്കിയതാണ്ട കണ്ട 7 സീഡിൽ തന്നെ അവൻ ഫ്രണ്ടായി. ഇനി നമ്മളെ ഈ ഒരു വേൾഡിലെ 2ാമത്തെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ നെയിം ഇടും. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഫണ്ണിയസ്റ്റ് നെയിം. അപ്പം ഞാൻ അതും കൂടെ എൻ്റെ തത്തക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വെറുതെ ടൈം വേസ്റ്റ് ചെയ്താൽ നേരെ ടൈഗർ ബയോമി ഒന്നും കൂടെ പോയിട്ട് കണ്ടുമുട്ടാം. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ ഇവിടെ ജംഗിളല്ലല്ലോ നമ്മളെ ഡാർക്ക് ഓക്ക് ബയോമിന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജയൻറ്റ് സ്പ്രൂസ് ടൈഗർ ബയോമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കുതിരേനെ ഇവിടെ തെള്ളിയിടാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു മാർക്കിങ്ങും കൂടെ ഉണ്ടാക്കണം, നമ്മൾ കാണാതെ പോകാതിരിക്കും. ഐ തിങ്ക് സോ ഇത്രയും വലിയ മാർക്കിങ് ധാരാളമായിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് തറയിലോട്ട് MLG ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ വുഡുകളും വെട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടോട്ട് ചെയ്യണം? അവിടെ താഴോട്ട് അങ്ങോട്ടില്ല, അവിടെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ചാടാം. പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞ ജസ്റ്റ് കിഡിങ്. ഞാൻ ഇവിടുന്ന് MLG ചെയ്ത് എനിക്ക് MLG ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ കീബോർഡ് മൗസിലല്ലേ കളിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് പോലും ചെയ്തില്ല, മൊബൈലിൽ മാസ്റ്ററാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് നേരെ തറയിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തറയിലെത്തുന്നത് ആ തറയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബെഡൊക്കെ പ്ലേസ് ചെയ്തിട്ട് നേരെ നമുക്ക് വുഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. ഓക്കെ ഗൈസ്, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടാണല്ലോ. അപ്പോൾ നമ്മളെ ഗ്രൈൻഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ കുറേ അധികം വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രൂസ് വുഡ് താണ്ട 1 2 3 4 5 6 7 8 സ്റ്റാക്കോളം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പ്രൂസ് റാപ്ലിങ്ങും കാര്യങ്ങളും കളക്ട് ചെയ്ത് വരുന്ന വഴിയിൽ കുറച്ച് ബാംബൂസും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു വിഷമ വാർത്ത പറയാനാണ് വന്നത്. ഇപ്പോൾ വേറൊന്നുമല്ല, നമ്മളെ സ്പീഡുള്ള ആ കുതിര നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. RIP ആയി. അതായത് ഇവിടെ ഒരു സ്കെലട്ടൻ വന്ന് ആ കുതിരയെ അമ്പ് വിട്ട് കൊന്ന്. എന്നെയാണ് വിട്ടത്, പക്ഷെ ചത്തത് കുതിരയാണ്. ഇവിടെ നമ്മളത് ആ കുതിരയുടെ ലൂട്ട്സ് മാത്രമേ ഉള്ളൂ. നമ്മളെ ഏരിയ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട് വെക്കാൻ തുടങ്ങാം. യു ഗൈസ് എൻജോയ് എ ടൈം ലാപ്സ്.
ഗായ്സ് ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. അപ്പം ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ 15 അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. എന്തായാലും നിങ്ങൾ റീപ്ലൈ കണ്ടതല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ ടൂറും കൂടെ കണ്ടോ. അപ്പോൾ നമ്മൾ കയറുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് പാത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു കൗ ഫാമും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ പ്ലെയിനാണ്. ഇവിടെ ഞാനൊരു വീറ്റ് ഫാം എടുക്കാൻ പോവുകയാണ്. പിന്നെ മറ്റേ സൈഡിൽ നെതർ പോർട്ടലും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്താ വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ലാൻറ്റേൺ വെച്ചിട്ടുണ്ട്. പിന്നെ 4 ചുറ്റും ഇച്ചിരി ഓക്ക് ലീവ്സിൻ്റെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു കുളം പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തലയിൽ വന്നത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു. ഇത് നമ്മൾ വഴിയുടെ സെൻറ്ററാണ് ഈ 4 പാത്തിൻ്റെ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും കയറാൻ എളുപ്പമായിരിക്കും. ഞാൻ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഗോൾഡൻ പ്രഷർ പ്ലേറ്റ് കാണാൻ സാധിക്കും. കയറുമ്പോൾ തന്നെ ഇവിടെ അകത്ത് പുറത്തുണ്ട്. പിന്നെ ഇവിടെ കാർപ്പറ്റും കാര്യങ്ങളും വെച്ച് ഡീപ് സ്ലേറ്റും ആൻഡസൈറ്റും ഒക്കെ വെച്ച് ഫ്ലോർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ നമ്മളെ കുതിരയ്ക്കുള്ള സ്ഥലം, അതിന് നമുക്ക് പ്രത്യേകം ഉണ്ടാകും. അപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മളെ സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ നിങ്ങൾക്ക് നിറയെ ചെസ്റ്റ് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിറയെ നമ്മളെ കച്ചറയൊക്കെ ഇരിക്കൊണ്ട് കച്ചറയും വേണ്ടേക്ക്. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സ്റ്റേഴ്സ് ഇരിക്കുന്നതാണ്, ഒരുമാതിരി മാൻഷൻ പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ച് മുകളിൽ കുറേ ലാൻറ്റേൺ വെച്ച്. ഇവിടെ സൈഡിൽ നമ്മളെ സ്മെൽറ്റിംഗ് ഏരിയയാണ്. ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോൾ തൽക്കാലം സ്മെൽറ്റിംഗ് ഏരിയ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ നമ്മൾ മുകളിലോട്ട് ഇനി പോയി കാണിച്ചു തരാം ബാക്കി. അപ്പോൾ മുകളിലോട്ട് നമ്മൾ ഈ സൈഡിൽ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വർക്ക് സ്റ്റേഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാ തരത്തിലും എന്തായാലും ഉള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, പുറത്തിറങ്ങി നമുക്ക് വ്യൂസൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ സൈഡിലൊക്കെ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ഡിസൈന് വേണ്ടി. ഞാൻ കുറേ വൂള് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ നിറയെ ലാൻറ്റേണും കാര്യങ്ങളും എടുപ്പിച്ച് പല കളറിലെ. ഇവിടെ വില്ലേജർ എന്താ ചെയ്യുന്നത്, ഇവനിപ്പോൾ കയറി എപ്പോഴോ കയറിയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആ ബാരലും കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്ട്രാ ഡെക്കറേഷന് വേണ്ടി. പിന്നെ എൻ്റെ പുറത്തൊരു പോട്ട് അതിനകത്ത് ഫ്ലവർ. പിന്നെ നമ്മൾ ആ ബെഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഓറഞ്ച് ബെഡാണ്. അങ്ങനെ ആ ഓറഞ്ച് ബെഡും വെച്ച്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഡിസൈന് വേണ്ടി ഇവിടെ പെയിൻറ്റിങ്സും പൂക്കളും. ബാരലിനകത്തൊന്നും ഒന്നുമില്ല, ഇതൊക്കെ ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷന് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ പുറത്ത് നമുക്ക് എക്സ്ട്രാ അടിപൊളിയാണ്. പിന്നെ നമ്മളെ റൂഫ് ടോപ്പ് അതൊക്കെ സൂപ്പറായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ തലയിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൂടെ. ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അന്നേരത്തേക്കും ടേക്ക് കെയർ, ബൈ, പീസ്.